ഹായ് ഹലോ, എല്ലാവർക്കും നമ്മുടെ ഈ ചാനലിലേക്ക് സ്വാഗതം. നമുക്കിന്ന് എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റിയ കുറച്ച് പ്ലാന്റ്സുകളെ പരിചയപ്പെട്ടാലോ? അതിലൊന്നാണ് കേട്ടോ ഈ ഒരു പെൻറ്റാനസിൻ്റെ പ്ലാന്റ്. ഒരു ചെറിയ ഗാർഡനൊക്കെ സെറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റാണ് കേട്ടോ ഈ ഒരു പെൻറ്റാനസ്. വലിയ കെയർ ഒന്നും കൂടാതെ തന്നെ നല്ല രീതിയിൽ ഇത് വളർന്നു കിട്ടും കേട്ടോ. ഇതിൻ്റെ ഒരു ചെറിയ കമ്പ് നട്ടാൽ അതിൽ നിന്നും മുളകൾ വേറെ വന്നിട്ട് ഇതുപോലെ ധാരാളമായിട്ട് ഉണ്ടാകും കേട്ടോ. അപ്പോൾ ഇതിൽ നിന്നും മാറ്റി മാറ്റി നട്ടിട്ട് നമുക്ക് ഒരുപാട് തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഗാർഡൻ ബോർഡറൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ അടിപൊളി പ്ലാന്റാണ് കേട്ടോ ഈ ഒരു പെൻറ്റാനസ്. നെക്സ്റ്റ് പ്ലാന്റ് ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് കേട്ടോ. നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡ്. ഇതൊരു വയലറ്റ് കളറുള്ള ഗ്രൗണ്ട് ഓർക്കിഡാണ് കേട്ടോ. ഗ്രൗണ്ട് ഓർക്കിഡ് നടുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. ഇതിൻ്റെ പ്രോട്ടീൻ മിക്സ് ആയിട്ട് എടുക്കേണ്ടത് പൊതിമടൽ, അതുപോലെ തന്നെ കരിക്കട്ടകൾ, പിന്നെ മണ്ണും ചേർത്തിട്ട് വേണം ഇത് നടാനായിട്ട് കേട്ടോ. അങ്ങനെയാകുമ്പോൾ ഇതുപോലെ ധാരാളമായിട്ട് ഉണ്ടാവും കേട്ടോ. ഇത് റീപോർട്ട് ചെയ്യേണ്ട ഒരു പ്ലാന്റാണ് കേട്ടോ. നിറഞ്ഞിരിക്കുകയാണ് ചട്ടി. നെക്സ്റ്റ് പ്ലാന്റാണ് റിയോ പ്ലാന്റ്. ഇതും എളുപ്പത്തിൽ വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റാണ് കേട്ടോ. ഇതിൻ്റെ പ്രൊപ്പഗേഷനും വളരെ എളുപ്പമാണ്. ഇതുപോലെ വരുന്ന ബേബി പ്ലാന്റ്സുകൾ മാറ്റി നട്ടാൽ മതിയാകും കേട്ടോ. ഇതും നമുക്ക് ഗാർഡൻ ബോർഡറൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യണമെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അടുത്ത പ്ലാന്റ് ഡ്രസ്സിൻ്റെ വിഭാഗത്തിൽ പെടുന്ന ഒരു വെരിക്കേറ്റഡ് വെറൈറ്റിയാണ് സോങ് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ഗാനം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു നെയിമാണ് ഇതിൻ്റേത്. ഇതിന് ഒരു ബ്രൈറ്റ് ഇൻഡയറക്റ്റ് സൺലൈറ്റ് ആണ് ആവശ്യം. ഡയറക്റ്റ് ആയിട്ട് സൺലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ലീഫൊക്കെ ബ്രൗൺ കളറാകും കേട്ടോ. ഇതിൻ്റെ പ്രൊപ്പഗേഷനും വളരെ എളുപ്പമാണ്. സ്റ്റെം നട്ടിട്ട് നമുക്ക് ഒരുപാട് തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. നെക്സ്റ്റ് പ്ലാന്റാണ് ഫിലഡെൻഡ്രോൺ ബേൾമാക്സ്. ഇതും നല്ല ഒരു അടിപൊളി പ്ലാന്റ് തന്നെയാണ് കേട്ടോ. ബിഗിനേഴ്സിനൊക്കെ വളർത്താൻ പറ്റിയ അടിപൊളി പ്ലാന്റാണ്. ഇതിൻ്റെ ഓരോ സ്റ്റെമ്മിലും റൂട്ടുകളുണ്ട്. അപ്പം നമുക്കിത് കട്ട് ചെയ്ത് മാറ്റി നടുകയാണെങ്കിൽ ഒരുപാട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇതിന് വളം നൽകേണ്ടത് നൈട്രജൻ ഒരുപാട് അടങ്ങിയിട്ടുള്ള വളങ്ങളാണ് ഇതിന് നൽകേണ്ടത്. എന്നാൽ മാത്രമേ ഇതിൻ്റെ ആ ഒരു ലീഫുകളുടെ പച്ചപ്പ് നിലനിർത്താൻ പറ്റുകയുള്ളൂ. ഈ ഒരു പ്ലാന്റ് പേഴ്സണലി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പ്ലാന്റാണ് കേട്ടോ. ഇതിൻ്റെ പേരാണ് പെഡലാൻഡസ് ഡെവിൾസ് ബാക്ക് ബോൺ. ഡെവിൾ എന്നാണ് പേരെങ്കിലും ഏഞ്ചലിൻ്റെ പോലെയാണ് ഇതിരിക്കുന്നത്. കാണാൻ വളരെ ഭംഗിയാണ്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഈ ഒരു പ്ലാന്റിൻ്റെ ഇലകളൊക്കെ പൊഴിഞ്ഞു പോയിട്ട് രണ്ടാമത് കിളിർത്ത് വരുന്നതേ ഉള്ളൂ കേട്ടോ. നിറയെ ലീഫുകളായിട്ട് നിൽക്കുമ്പോഴാണ് കേട്ടോ ഇതിന് കാണാൻ ഭംഗി. അതുപോലെ തന്നെ ഇത് ഇത്രയും വലിപ്പം വെക്കാൻ അനുവദിക്കരുത്. പ്രൂൺ ചെയ്ത് നിർത്തുമ്പോഴാണ് ഇതിന് കൂടുതൽ ഭംഗി കേട്ടോ. അപ്പോൾ എനിക്കിത് പ്രൂൺ ചെയ്യാൻ ടൈം കിട്ടിയില്ല, അത് കാരണം ഞാൻ ഇങ്ങനെയും നിർത്തിയൊക്കെയാണ് കേട്ടോ. ഇതിൻ്റെ സ്റ്റെമ്മ് നട്ടിട്ട് നമുക്ക് പുതിയ തൈകൾ കിളിർപ്പിക്കാവുന്നതാണ്. പിന്നെ ഇത് കണ്ടോ, സൂര്യപ്രകാശം അടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ലീഫൊക്കെ ഇതുപോലെ പിങ്ക് കളറാവും കേട്ടോ. ഇതിനും ബ്രൈറ്റ് ഇൻഡയറക്റ്റ് സൺലൈറ്റ് ആണ് കേട്ടോ ആവശ്യം. ഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റ് അധികം ഇഷ്ടപ്പെടാത്ത ഒരു പ്ലാന്റാണ് ഇത്. അപ്പം ഇതിന് ഞാൻ വളം നൽകുന്നത് എല്ലുപൊടിയും അതുപോലെ തന്നെ ചാണകപ്പൊടിയാണ് കേട്ടോ. അടുത്ത പ്ലാന്റ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്ലാന്റ് ആണല്ലേ, അലോവേര. എല്ലാവരുടെയും വീട്ടിൽ ഉണ്ടായിരിക്കേണ്ട ഒരു പ്ലാന്റ് തന്നെയാണിത്. നമ്മുടെ ഹെയർ ഗ്രോത്തിനും അതുപോലെ തന്നെ സ്കിൻ കെയറിനൊക്കെ പറ്റിയ നല്ലൊരു അടിപൊളി പ്ലാന്റ് തന്നെയാണ് കേട്ടോ. എപ്പോഴും ഗാർഡനിങ് സ്റ്റാർട്ട് ചെയ്യുന്നവർ ഇതുപോലുള്ള വില കുറഞ്ഞ ചെടികൾ ആദ്യം വെച്ച് വളർത്തുന്നതായിരിക്കും കേട്ടോ കൂടുതൽ നല്ലത്. വില കൂടിയ ചെടികൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിന് കെയറിങ് നമുക്കറിയില്ലെങ്കിൽ അത് നശിഞ്ഞു പോകാനിടയാവും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.